അല്ല, സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. 3 മാസം കൊണ്ട് ഞങ്ങൾ 5.5 ലക്ഷം വോട്ടിന്റെ ഗ്യാപ്പ് മറികടക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, UDF വന്നാൽ ഈ മാറാട് കലാപം അതുപോലെയുള്ള കലാപങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണോ ചോദിക്കാൻ? ഇല്ല, അതിൽ സഖാവ് AK ബാലൻ അഭിപ്രായം പറഞ്ഞു. ചരിത്രത്തെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കുറ്റകരമല്ല, തെറ്റല്ല. ചരിത്രത്തിന്റെ കറുത്ത ഏടുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ മാറാട് കലാപമല്ല, മാറാട് കൂട്ടക്കൊല. കലാപം ആദ്യം നടന്നു, ഇരുവിഭാഗത്തിൽപ്പെട്ട 2+3 5 പേർ മരണപ്പെട്ടു. അതിനുശേഷം നടന്നത് മാറാട് കൂട്ടക്കൊലയാണ്, ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം മരണപ്പെട്ടു. ആ സംഭവം ഓർക്കാനേ പാടില്ല, ഓർമ്മിപ്പിക്കാനേ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ബാബറി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് നമുക്ക് ഓർക്കാനേ പാടില്ല, ഓർമ്മിപ്പിക്കാൻ പാടില്ല. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ഓർക്കാനേ പാടില്ല, ഓർമ്മിപ്പിക്കാനേ പാടില്ല. അതുപോലെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ഓർക്കാനേ പാടില്ല, ഓർമ്മിപ്പിക്കാനേ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു കാര്യം ഓർക്കുക, ഈ കേരളത്തിൽ ആ കലാപഭൂമി സന്ദർശിക്കാൻ ചെന്ന 2 മന്ത്രിമാരെ ആ ഭൂമിയിൽ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഗസ്റ്റ് ഹൗസിന്റെ വാതിലടച്ച് അവർക്ക് ഇരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി, സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിക്കും മുനീറും അടക്കമുള്ള മന്ത്രിമാർക്ക്. എന്നാൽ ഇപ്പുറത്തോ CPM-ന്റെ നേതാക്കന്മാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവിടെ സന്ദർശിക്കാൻ ചെന്നപ്പോ അതേ വിഭാഗം തന്നെ പറഞ്ഞു, കാലുകുത്താൻ അനുവദിക്കില്ല, ഇന്ന പേരുകാരെ കാലുകുത്താൻ അനുവദിക്കില്ല. എന്നിട്ട് എന്തു സംഭവിച്ചു? ധൈര്യത്തോടെ ആ മരണപ്പെട്ട വീട്, കൊലപാതകം നടന്ന വീടുകൾ പോലും സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊരു സാഹചര്യം ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ചോദ്യം അവിടെ പിണറായി വിജയൻ പോയോ തടഞ്ഞോ അതേക്കുറിച്ചുള്ള ഫാക്ട് ചെക്ക് ഒന്നുമല്ല. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ 2002-ലും 2003-ലുമാണ് മാറാട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നത്. 2002-ൽ ഉണ്ടായ സംഭവത്തിന്റെ തുടർച്ചയിൽ 2003-ൽ അതിനേക്കാൾ മാരകമായ ഒരു സംഗതി ഉണ്ടായി. അത് കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ അത് പരസ്പര സംഘർഷത്തിന്റെ വ്യാപ്തിയാണ്. അപ്പുറത്തും ഇപ്പുറത്തും കൂടിയും കുറഞ്ഞുകൊണ്ട് ഒരു നിലയ്ക്കും നമുക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ആക്രമണമാണ്. 2003-ന് ശേഷം പല തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയി. CPM പോലും അതൊരു പ്രചാരണായുധമാക്കിയിട്ടില്ല, അത് ഓർമ്മിപ്പിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. എല്ലാവരും അവിടെ സൗഹാർദ്ദമുണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോൾ UDF വന്നാൽ ഇനിയും താങ്കൾ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? 2ാമത്തെ കലാപത്തിൽ കൊല്ലപ്പെട്ടത് ഒരു വിഭാഗം മാത്രമാണ്, അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇനിയും UDF വന്നാൽ അങ്ങനെ ഉണ്ടാവും. എന്ന് വെച്ചാൽ 2ാമത്തെ കലാപത്തിൽ കൊല്ലപ്പെട്ടത് ആളുകൾ ഏത് വിഭാഗമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഭൂരിപക്ഷ വിഭാഗത്തോട് പറയുകയാണ്, 2ാമത്തെ കലാപം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഏത് 2002-ലെ ഗുജറാത്ത് കലാപം അമിത്ഷാ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഓർമ്മിപ്പിക്കുന്നത് പോലെ ഓർമ്മിപ്പിക്കുകയാണ്. ഭൂരിപക്ഷ സമുദായമേ, നിങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ട 2003 മറന്നുപോകാൻ പാടില്ല. 23 വർഷത്തിന് ശേഷം ഇപ്പോൾ എടുക്കുക, നിങ്ങൾ ഇപ്പോൾ ഇടയ്ക്കെടുത്തിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആരെ ഉണർത്താനാണ്? ശശികലയെ ഉണർത്തുന്നത് പോലെ ആരെ ഉണർത്താനാണെന്ന് വ്യക്തം. അപ്പോൾ അതാണോ പ്ലാൻ എന്നാണ് ഞാൻ ഡയറക്റ്റായി ചോദിക്കുന്നത്. അതാണ് താങ്കൾ തന്നെ ഞാൻ പറയാത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വിവരപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞത് ഒന്ന് കലാപവും ഒന്ന് കൂട്ടക്കൊലയുമാണ്. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. കഴിഞ്ഞ 10 കൊല്ലമായി ഒരൊറ്റ വർഗീയ കലാപം പോലും നടക്കാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കേരളം. LDF ഭരിക്കുമ്പോൾ ഒരൊറ്റ വർഗീയ കലാപവും ഇല്ല. UDF ഭരിക്കുമ്പോൾ വർഗീയ കലാപങ്ങൾ നടക്കുന്നു. ആ വർഗീയ കലാപങ്ങളിൽ റിട്ടാലിയേഷൻ നടക്കുന്നു, കലാപവും നടക്കുന്നു, കൂട്ടക്കൊലയും നടക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മന്ത്രിമാർക്ക് പോലും ആ സ്ഥലങ്ങൾ ഏത് കാലത്തെ കാര്യമാണ് അരുൺകുമാർ പറയുന്നത്? സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആ സാഹചര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. 23 വർഷം മുൻപത്തെ കാര്യമാണ് പറയുന്നത്. 23 വർഷം മുമ്പത്തെ കാര്യം. ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും നിങ്ങൾ പറയാത്ത ഒരു കാര്യം ഇപ്പോൾ എന്തിനാ പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ 23 വർഷത്തിന് ശേഷം പല UDF സർക്കാരുകൾ വന്നു. ഇമാതിരി കലാപം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ എന്തിനാണ് 23 വർഷത്തിൽ നിന്ന് ഒറ്റ ചാട്ടം ചാടി 2026-ൽ വന്ന് അത് പറയുന്നത് എന്തിനാണ്? പല സർക്കാരും വന്നിട്ടില്ല. UDF സർക്കാർ അതിനുശേഷം ഒരൊറ്റ തവണ മാത്രമേ വന്നുള്ളൂ, 2011 മുതൽ 2016 വരെ. ഇതുവരെ ആവർത്തിച്ചിട്ടില്ലെന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അധികാരം? ഞാൻ CPM-ന്റെ പ്രവർത്തകനല്ലേ, CPM-ന്റെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞങ്ങൾ പല മേഖലകളിലും പല സാഹചര്യങ്ങളിലും ഈ കേരളത്തിൽ UDF ഭരിക്കുമ്പോൾ നടന്ന സാഹചര്യം, LDF ഭരിക്കുമ്പോൾ നടന്ന സാഹചര്യം താരതമ്യപ്പെടുത്തി തന്നെ സംസാരിക്കാറുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു തെറ്റാണ്.
പല ഘട്ടങ്ങളിലും UDF-ന്റെ ഭരണകാലത്ത് നടന്ന പല തെറ്റായ പ്രവണതകളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. 57-ൽ 2 കൊല്ലം, 67-ൽ 2 കൊല്ലം, 80-ൽ 2 കൊല്ലം, 87-ൽ 4 കൊല്ലം, 96-ൽ 5 കൊല്ലം, 2006-ൽ 5 കൊല്ലം, 2016 മുതൽ തുടർച്ചയായി ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ നടത്തിയ ഭരണ നേട്ടങ്ങൾ, ഇടപെടലുകൾ, UDF-ന്റെ കാലത്ത് നടത്തിയ പല തെറ്റായ ഇടപെടലും താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്, ഇനിയും ഞങ്ങൾ സൂചിപ്പിക്കും.